ഓഡിയോ ബുക്ക് തുടരുന്നു. അധ്യായം 10. നാടകദീപപ്രകരണം. അധ്യാരോപ അപവാദങ്ങൾ. നിത്യവും നിർവികാരവുമായ ആനന്ദമാണ് ബ്രഹ്മസ്വരൂപം. നിത്യവും നിർവികാരവുമായ ആനന്ദമാണ് ബ്രഹ്മസ്വരൂപം. ബ്രഹ്മസ്വരൂപത്തിന് ലേശം പോലും ചലനമോ വികാരമോ വരാതെ തന്നെ അതിൽ പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുന്നവയാണ് എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. പ്രപഞ്ചദൃശ്യങ്ങൾക്ക് വാസ്തവത്തിൽ വസ്തുസത്തയില്ല. അവ കേവലം ഒരു നാടകവേദിയിലെ രംഗസംവിധാനങ്ങളെയും വേഷവിധാനങ്ങളെയും പോലെ മിഥ്യാകൽപ്പിതങ്ങളാണ്. ഏതാനും സങ്കല്പവസ്തുക്കളെ കൂട്ടിയിണക്കുമ്പോൾ രംഗവേദി രാജധാനിയാകും, തിരശ്ശീല കൊട്ടാരമാകും, നടൻ കഥാപാത്രവുമാകും. എന്നാൽ യഥാർത്ഥമായി ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് രഹസ്യം. ഇങ്ങനെ കൃത്രിമങ്ങളായ വേഷവിധാനങ്ങൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ യഥാർത്ഥ വസ്തുസത്തയില്ലാതെ കാണാറാകുന്ന ദൃശ്യങ്ങളെയാണ് അധ്യാരോപിത ദൃശ്യങ്ങളെന്ന് പറയുന്നത്. വേഷവിധാനങ്ങളെ കൂട്ടിയിണക്കുന്ന പ്രക്രിയ അധ്യാരോപവും. നാടകവേദിയിൽ ഈ അധ്യാരോപ പ്രക്രിയകൾ തുടങ്ങുന്നതിന് മുൻപ് മുതൽ തന്നെ ഉജ്ജ്വലമായ ഒരു ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നാടകവേദിയിൽ ഓരോ ദൃശ്യങ്ങളും ആവിർഭവിക്കുമ്പോൾ ദീപത്തിൻ്റെ പ്രഭ ആ ദൃശ്യങ്ങളുമായി ഇടകലർന്ന് പുതിയ മിഥ്യാരൂപങ്ങളെ പ്രകാശിപ്പിക്കാൻ സഹായിച്ചു. വാസ്തവത്തിൽ ദീപപ്രഭയിലാണ് എല്ലാ അധ്യാരോപിത മിഥ്യാരൂപങ്ങളും പ്രകാശിക്കുന്നത്. രാജധാനിയും കൊട്ടാരവും കഥാപാത്രങ്ങളുമൊക്കെ ആ വിളക്കുള്ളതുകൊണ്ടാണ് അതാത് വസ്തുക്കളായി പ്രകാശിച്ചത്. എന്നാൽ ഇതൊക്കെ മാറി മാറി വരുമ്പോഴും ആ ദീപപ്രഭയ്ക്ക് വാസ്തവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. പ്രഭയ്ക്കു തന്നെ മാറ്റമില്ലെങ്കിൽ ദീപത്തിന് മാറ്റം വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഒടുവിൽ വേഷവിധാനങ്ങളും തിരശ്ശീലയും എല്ലാം മാറ്റിക്കഴിയുമ്പോൾ പഴയ ദീപം തന്നെ വീണ്ടും രംഗത്ത് അവശേഷിക്കുകയും ചെയ്യും. ഇങ്ങനെ കൃത്രിമ ദൃശ്യങ്ങളെ അകറ്റി നിർവികാരമായ വസ്തുസത്തയെ അവശേഷിപ്പിക്കുന്നതാണ് അപവാദം. ദീപത്തിനും നാടകവേദിക്കുമുള്ള ബന്ധം പോലെ ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം അധ്യാരോപ അപവാദങ്ങളിൽ കൂടി വിവരിച്ച് നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നാടകദീപപ്രകരണം ആരംഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നിഷ്പ്രപഞ്ചമായ ബ്രഹ്മസത്തയെ കാട്ടിത്തരുകയാണ് ഈ പ്രകരണത്തിൻ്റെ ലക്ഷ്യം. അധ്യാരോപപ്രകാരം. വേഷവിധാനങ്ങൾ എത്തുന്നതിന് മുൻപ് നാടകവേദിയിൽ ഉജ്ജ്വലമായി പ്രകാശിച്ചു നിന്ന ദീപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാടകത്തിൻ്റെ സൂത്രധാരൻ വേഷവിധാനങ്ങൾ ഓരോന്നായി രംഗത്ത് കൊണ്ടുവരുന്നതോടെ ദീപപ്രഭ ആ ഓരോ വേഷവിധാനങ്ങളിലും വ്യാപിച്ചു നിന്ന് അവയുടെ രൂപം കൈക്കൊണ്ട് അവയെ പ്രകാശിപ്പിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ച നാടകത്തിലും ഇതുതന്നെ പ്രക്രിയ. ഈ നാടകം ആരംഭിക്കുന്നതിന് മുൻപ് സ്വപ്രകാശവും അദ്വയവും ആനന്ദസ്വരൂപവുമായ പരമാത്മസത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ച നാടകത്തിലെ സൂത്രധാരനായ മായാശക്തി ഓരോ വേഷവിധാനങ്ങളെയായി രംഗത്ത് കൊണ്ടുവന്നു. അപ്പോഴപ്പോൾ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളെയെല്ലാം പരമാത്മദീപത്തിൻ്റെ പ്രകാശം അവയിൽ വ്യാപിച്ചു നിന്ന് അവയുടെ രൂപം കൈക്കൊണ്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ജഗത്ത്. ഉപനിഷത്തുക്കളെല്ലാം ഈ അധ്യാരോപ പ്രക്രിയ വിവരിക്കുന്നുണ്ട്. നാടകവേദിയിലുള്ള ഏതു വേഷത്തെയും ദീപപ്രഭ പ്രകാശിപ്പിക്കും. വേഷങ്ങളോടൊന്നും പ്രഭയ്ക്ക് പക്ഷപാതമില്ല.
ഉത്തമമെന്നോ അധമമെന്നോ കഥാപാത്രമെന്നോ രാജധാനിയെന്നോ ഒരു വ്യത്യാസവുമില്ല. രാജവേഷവും ഭിക്ഷുവേഷവും ചോരവേഷവും സന്യാസിവേഷവും ദീപപ്രഭയ്ക്ക് തുല്യം. അതുപോലെ ബ്രഹ്മചൈതന്യം, വിഷ്ണു, ശിവൻ തുടങ്ങിയ ഉത്തമ ദേവതാരൂപങ്ങളിൽ കടന്നു നിന്നപ്പോൾ ദേവരൂപം കൈക്കൊണ്ടു. മർത്യാദി കീട പര്യന്തമുള്ള അധമദേഹങ്ങളിൽ അതാതു ദേഹങ്ങൾക്കനുസരണമായ ഉത്തമ അധമ ഭാവങ്ങളോടെ പ്രകാശിച്ചു. ഉത്തമാധമ ഭാവങ്ങൾ ദേഹങ്ങൾക്കാണ്, ബ്രഹ്മചൈതന്യത്തിനല്ലെന്ന് ഇപ്പോൾ സ്പഷ്ടമായല്ലോ. നാടകവേദിയിൽ വേഷവിധാനങ്ങൾക്കാണ് ഉത്തമ അധമ ഭാവങ്ങൾ, ദീപപ്രഭയ്ക്കില്ല. ഈ അധ്യാരോപ പ്രക്രിയ നല്ലവണ്ണം ധരിച്ചാൽ ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടിയിൽ പക്ഷപാതിയല്ലെന്ന് സംശയം തീർന്നു കിട്ടുന്നതാണ്. മായാസൃഷ്ടങ്ങളായ പ്രപഞ്ച വസ്തുക്കളെ പ്രകാശിപ്പിക്കുക മാത്രമാണ് ഈശ്വരൻ്റെ ജോലി. അപവാദപ്രകാരം അനേക ജന്മങ്ങൾ കഴിയുമ്പോൾ സംസാരക്ലിഷ്ടനായ ജീവൻ കളി മതിയാക്കി സ്വസ്വരൂപ ചിന്തനത്തിന് ഭാവിക്കുന്നു. തന്നിൽ കെട്ടിവെച്ച വേഷവിധാനങ്ങളുടെ അർത്ഥശൂന്യത മനസ്സിലാക്കി ഓരോന്നിനെയായി ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. നടൻ കളി കഴിഞ്ഞ് ക്ഷീണിച്ച് അണിയറയിലെത്തി വേഷസാമഗ്രികൾ ഓരോന്നായി എടുത്തു മാറ്റുന്നത് പോലെ വേഷവിധാനങ്ങൾ എടുത്തു മാറ്റുമ്പോഴാണ് അവ ഓരോന്നും അർത്ഥശൂന്യങ്ങളാണെന്നും അവയെല്ലാം ചേർന്ന് തന്നിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിഭാസം വെറും തോന്നലായിരുന്നുവെന്നും മനസ്സിലാക്കുന്നത്. താൻ വേഷം കെട്ടുന്നതിന് മുൻപും കളി നടന്നുകൊണ്ടിരുന്നപ്പോഴും വേഷം മാറിക്കഴിഞ്ഞാലും മാറാത്ത ഒരേ വ്യക്തി തന്നെയെന്നും തെളിവായി തീരുന്നു. അതുപോലെ മനുഷ്യ മൃഗാദി രൂപഭേദങ്ങളെ സൃഷ്ടിക്കുന്ന ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിതാദി വേഷവിധാനങ്ങൾ ഓരോന്നായി പരിശോധിക്കപ്പെടുമ്പോൾ അവ ഓരോന്നും അർത്ഥശൂന്യങ്ങളാണെന്നും അവ ആകെക്കൂടി പ്രതിഭാസിക്കുന്ന മനുഷ്യ മൃഗാദി രൂപഭേദങ്ങൾ വെറും സങ്കല്പകൽപ്പിതങ്ങളാണെന്നും ബോധ്യപ്പെടുന്നു. മനനധ്യാനങ്ങളിൽ കൂടി അതെല്ലാം അകറ്റപ്പെടുമ്പോൾ താൻ മുൻപും ഇന്നും എന്നും ആത്മസത്ത മാത്രമായിരുന്നുവെന്ന് അന്വേഷകന് വെളിപ്പെടുന്നു. വേഷസാമഗ്രികൾ എടുത്തു മാറ്റുമ്പോൾ ഒടുവിൽ നടൻ അവശേഷിക്കുന്നത് പോലെയോ രംഗസംവിധാനങ്ങളെല്ലാം എടുത്തു മാറ്റിയാൽ ഒടുവിൽ ദീപം മാത്രം അവശേഷിക്കുന്നത് പോലെയോ മായാകാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയാൽ ആത്മസത്ത അവശേഷിക്കുമെന്ന് കാണേണ്ടതാണ്. ഇതാണ് അപവാദപ്രകാരം. ബന്ധമോക്ഷപ്രകാരം അദ്വയ ആനന്ദരൂപനായ ആത്മാവിന് മേൽ വിവരിച്ച പ്രകാരം മായാകാര്യങ്ങളുമായി ബന്ധമുണ്ടാകുമ്പോൾ ദ്വൈതബോധവും ദുഃഖവും ആവിർഭവിക്കുന്നു. നാടകവേദിയിലെ രംഗസംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്ന ദീപപ്രഭ അനേകം രൂപഭേദങ്ങളിൽ വേർപെട്ടു നിന്നുകൊണ്ട് അവയുടെ നിറങ്ങളും മറ്റും സ്വായത്തമാക്കുന്നതുപോലെ, അഥവാ നടൻ വേഷം കെട്ടിക്കഴിയുമ്പോൾ സ്വസ്വരൂപം മറന്ന് കഥാപാത്രത്തിൻ്റെ സുഖദുഃഖങ്ങൾ സ്വാംശീകരിക്കുന്നത് പോലെ. ഇതാണ് ബന്ധം. അധ്യാരോപിത വസ്തുക്കളകന്ന് ആത്മാവ് സ്വസ്വരൂപം കൈക്കൊള്ളുന്നത് മുക്തി. രംഗസംവിധാനങ്ങളകന്ന് ദീപപ്രഭ പവിത്രമായ സ്വസ്വരൂപം വീണ്ടെടുക്കുന്നത് പോലെ. അല്ലെങ്കിൽ നടൻ വേഷങ്ങളെല്ലാം മാറ്റി നടനായി സമാശ്വസിക്കുന്നത് പോലെ. സ്വരൂപ വിസ്മരണം മൂലമുള്ള വിചാരമില്ലായ്മയാണ് ബന്ധത്തെ ഉളവാക്കുന്നത്. നിത്യാനിത്യ വസ്തു വിചാരം കൊണ്ട് ബന്ധം ഇല്ലാതാകുന്നു. അതുകൊണ്ട് മുമുക്ഷു എല്ലായ്പ്പോഴും ജീവാത്മ പരമാത്മ ഭാവങ്ങളെ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. വിചാരപ്രകാരം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.